Welcome to Manera's box. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു പഞ്ഞി പോലത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കാം. ദോശ എന്നും പറയാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏത് റവയായാലും കുഴപ്പമില്ല, 1 കപ്പ് എടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ 1/4 കപ്പല്ല, 1/4-നും 1/2-ക്കും ഇടയ്ക്ക് 1/3 കപ്പാണ് ഇടുന്നത്. 1/3 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ അത്രയും തേങ്ങ ആഡ് ചെയ്യണുണ്ട്. തേങ്ങ എടുത്ത് ആ സെയിം കപ്പിൽ തന്നെ ഞാൻ കുറച്ച് തൈര് എടുക്കണുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ തേങ്ങയും തൈരും സെയിം അളവാണ് എടുക്കണത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇടണില്ല, ഇതിന്ന് കുറച്ച് മാറ്റുന്നു. വേണമെങ്കിൽ ഇത് ഇത്ര ഇട്ടാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങളൊരു 5-6 ചെറിയ ഉള്ളി എടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഞാൻ ഇത് ഒരു കുഞ്ഞ് സവാള എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ടിട്ട് അരയ്ക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നിങ്ങൾ ഉപ്പിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ മഷി പോലെ അരച്ചിട്ട് വരാം. അപ്പോൾ ഇതിൽ നല്ലപോലെ മാവ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് പേസ്റ്റായിട്ട്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. കറക്റ്റായിട്ട് ഈ തിക്നെസ് ഇത് മതിയാണ്. നല്ല ലൂസല്ല, നല്ല തിക്കും അല്ല, അങ്ങനെ കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇടാൻ പോവുകയാണ്. സോഡാപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ നമുക്കൊന്ന് ചുട്ടെടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു 1/2 hour കൂടെ ഒന്ന് സെറ്റാകാൻ വെച്ചിട്ടും എടുക്കാം. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ വച്ചിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ അത്രയും സമയം വയ്ക്കണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ഇടരുത്. നേരത്തെ ഒരു 1/2 hour വയ്ക്കണമെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ സമയം വയ്ക്കണതായിരുന്ന ദോശ ഉണ്ടാക്കണതിന് മുമ്പിൽ മാത്രം സോഡാപ്പൊടി ഇട്ടാൽ മതിയാകും. ഞാൻ ഇപ്പോൾ ഒരു 1/2 hour കഴിഞ്ഞിട്ടാണ് ദോശ ഉണ്ടാക്കാൻ പോണത്. 1/2 hour ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് മാവ്. ഇങ്ങനെ തന്നെ ഇരിക്കണം, ഇത് കറക്റ്റാണിത്. നമുക്ക് നല്ല ഇഡ്ഡലി മാവ് പോലെ അല്ല, ദോശമാവ് പോലെ തന്നെ ഏകദേശം. പക്ഷേ ഇതാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. ഞാൻ ഇപ്പം ചൂടായ ദോശക്കല്ലിലേക്ക് അല്പം ഓയിലോ ഗീയോ നിങ്ങൾ ബ്രഷ് ചെയ്തിട്ട് ദോശ ഒഴിക്കാം. നല്ല തിന്നാക്കണ്ട, കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നല്ല ബബിൾസ് വന്നിട്ടുണ്ട്, അതായത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ദോശയാണ്. തിരിച്ചിടാം. താഴെ ഒന്നും കരിഞ്ഞിട്ടില്ല. നമ്മുടെ സോഫ്റ്റായ റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കണ്ടോ? അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാം സോഫ്റ്റാണ്. നല്ല ഒന്ന് കാണിക്കാം, മുറിച്ച് കാണിക്കാം. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റാണ്, കണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.